ഹലോ നമസ്കാരം. സന്തോഷ്. 2.5 വർഷത്തിനുള്ളിൽ മൂന്നാമത്തെ കേരള സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ BJPയുടെ NDAയുടെ പാലക്കാട്, തൃശ്ശൂർ മണ്ഡലങ്ങളിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണ പരിപാടികൾ. പാലക്കാട് പ്രസംഗവും തൃശ്ശൂരിൽ റോഡ് ഷോയും. ഏപ്രിൽ 4 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണ പരിപാടികൾക്കായി കേരളത്തിൽ വീണ്ടും എത്തുന്നു. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാനും പാലക്കാട് ഇന്ത്യയുടെ കാശിയെന്നും പാലക്കാടിന് വേണ്ടി NDA സർക്കാരിൻ്റെ വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനും കേരളത്തിൽ മാറി മാറി ഭരിച്ച LDF, UDF സർക്കാരുകൾ കേരളത്തെ കട്ടുമുടിച്ചെന്നും BJP സർക്കാർ കേരള നിയമസഭയിലെത്തിയാൽ കൊള്ളകൾ അന്വേഷണം ഉണ്ടാവുമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2021 950 സീറ്റുകൾ കൂടുതൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ. 2026 സ്ഥാനാർത്ഥികളുടെ എണ്ണം 890. സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ എണ്ണം കുറഞ്ഞ നിലയിൽ. 2026 ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി CPIM 58 സീറ്റ് നേടി കേരള നിയമസഭയിലെ 140 സീറ്റിൽ. LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ. 1,00,000 കോടിക്ക് മുകളിൽ കിഫ്ബി വഴിയുള്ള വികസന പദ്ധതികൾ, റോഡുകൾ, പാലങ്ങൾ, മറ്റ് ചെറുകിട വ്യവസായങ്ങൾ. LDF സർക്കാരിന് SDPIയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണകൾ. ബേപ്പൂരിൽ LDFൽ അംഗമായിരുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവും ടൂറിസം വകുപ്പ് മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെ LDF സർക്കാരിൽ അംഗമായിരുന്ന PV അൻവർ രാജിവെക്കുകയും പുതിയ പാർട്ടി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ 15,000-ൽ കൂടുതൽ വോട്ട് നേടി UDFൻ്റെ പിന്തുണയോടെ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സര രംഗത്ത്. കാസർഗോഡ് ജില്ലയിൽ BJPയുടെ K സുരേന്ദ്രൻ മത്സരിച്ച് ജയിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ 3 മാസത്തിനുള്ളിൽ മണ്ഡലത്തിൽ വീടില്ലാത്തവർക്ക് വീട് നൽകുമെന്ന്. പാലായിൽ ജോസ് കെ മാണിയും മാണി സി കാപ്പനും ഷോൺ ജോർജും പോരാട്ടത്തിൽ. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും. തൃക്കരിപ്പൂരിൽ BJP അംഗമായിരുന്ന സന്ദീപ് വാര്യർ രാജിവെക്കുകയും UDFലെത്തി MLA സ്ഥാനാർത്ഥിയായി. തിരുവല്ലയിൽ സ്വതന്ത്രനായി ചെകുത്താൻ യൂട്യൂബർ മത്സര രംഗത്ത്. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്. ശരി.